ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടുണ്ടത്, യൂട്യൂബിലുണ്ട്. അവരുടെ പേര് അതായത് സിമി തൃപ്പൂണിത്തറ. സിമിയുടെ സാക്ഷ്യവും നമുക്ക് കേട്ടാൽ നമുക്ക് ത്രില്ലടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. അയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ല, ഈ നമ്മളുടെ ഗർഭനാളിയില്ലേ, അതിന് ക്യാൻസറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളി ഒരെണ്ണം എടുത്ത് കളഞ്ഞ്. അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എന്നാലും എനിക്ക് ഒരു അണ്ടനാളി എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യപ്പെട്ടിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, എനിക്കത് പ്രശ്നമൊന്നുമില്ല, കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രോബ്ലം? ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് പോയി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പോയ ക്യാൻസർ 3-ാം പ്രാവശ്യം വന്ന്. 3-ാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പെൽവിക് റീജിയനിലൊക്കെ അരക്കെട്ടിന് താഴെയും അരക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ചങ്ക് പതറിപ്പോയി. ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടി പതറുന്നുണ്ട്. ആ പതർച്ച തിരിച്ചടിച്ച് കൊടുക്ക്. കരിവെള്ള മുടിയൊക്കെ പോയി, ലക്ഷണം മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, അതേ പോയി. മനസ്സിലായില്ലേ? 3-ാം സ്റ്റേജ് വന്നിട്ട് 1.5 കൊല്ലം 2 കൊല്ലം ഈ പേഷ്യൻ്റ് കടന്നു പോയിട്ടും സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ചികിത്സയുണ്ടല്ലോ, എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ്. അപ്പോഴും ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാര്യം? ചികിത്സയുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് അവലംബം വെച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ എസെക്കിയാ പറയുന്നത്. ആ വചനം വായിച്ച മോളെ ശ്രുതികട്ടെ. യെശയ്യാ 38:3. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അപ്പൊ എസെക്കിയാ എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന്, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്തത. പിന്നെ എന്താ? പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങയുടെ അവരുടെ പ്രശ്നം വേണ്ടത്. ഇപ്പോൾ ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ, മെഡിസിൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേ പൂർണ്ണ ഹൃദയമില്ലത്. ഹൃദയം 15% സയൻസിന് കൊടുത്തിരിക്കുകയും. ഇവിടെയാണ് പ്രശ്നം വേണ്ടത്. നിങ്ങൾ സയൻസിന് കൊടുക്കും, ഞാനും ചികിത്സിക്കുന്നതാണ്, എനിക്കും രോഗം വന്ന് ഞാൻ ചില സമയത്ത് ചികിത്സിക്കും. പക്ഷേ അതല്ല പ്രശ്നം. നമ്മൾ അതിന് ഹൃദയം കൊടുക്കരുത്. ഹൃദയം ആർക്കാണ് കൊടുക്കേണ്ടത്? ഹൃദയം സയൻസിനെയും ഡോക്ടറിനെയും കണ്ടുപിടിച്ച ദൈവത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഇടത് കൈയും വലത് കൈയും പോലെ തന്നെ പ്രാർത്ഥനയുടെ രണ്ട് കൈകളാണ്. എന്ത്? വിശ്വസ്തതയും പൂർണ്ണഹൃദയവും. പൂർണ്ണഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ചേച്ചി എന്താ പറയണത്? എനിക്ക് ഡോക്ടർ ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നല്ല. അതാണ്. അപ്പം ഹൃദയം പകുതിയോളം മരുന്നിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ മേമ്പൊടിക്ക് പ്രാർത്ഥനയും. അവിടെ വിഷയം തന്നെ. നിങ്ങളുടെ വിഷയത്തിൽ വെറുതെ വരുകയും നിങ്ങളെന്താ പറയണമെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, വീട് വെക്കാം, ലൈഫിൻ്റെ കാശ് കിട്ടിയല്ല 4 ലക്ഷം, ബാക്കി നമുക്ക് ഇന്നാൾ ഇത്ര രൂപ തരാനുണ്ടല്ലോ അത്, പിന്നെ വീട്ടിൽ പൊന്നുണ്ടല്ലോ അത്, ഇങ്ങനെ കുറേ ആശ്രയം വെക്കും. നിങ്ങളെ ആശ്രയം വെക്കുമ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥനയുടെ ബലക്ഷയം ഉണ്ടാകും. പ്രാർത്ഥനയുടെ ബലക്ഷയുണ്ട്. കാര്യം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫുള്ളായിട്ടുള്ള കർത്താവ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ കാര്യമാക്കുന്നത് ബേസിക്കായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആസ്തി മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് പ്രേയറിൽ അഡ്രസ്സ് ചെയ്യരുത്, മനസ്സിൽ പോലും ഓർക്കരുത്. ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർക്കണം. അതായത് കർത്താവിൻ്റെ കാലത്ത് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്നിവർ വിചാരിച്ചിരുന്നു. ഇപ്പം കർത്താവ് പറഞ്ഞ് അങ്ങനെ എബ്രാഹം ഉണ്ട്, യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട് എന്നൊന്നും പറയരുത്. കാര്യം ദൈവത്തിൻ്റെ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി പോകും. കാരണം ഈ കല്ലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എബ്രാഹത്തെ സന്തതികൾ ജനിപ്പിക്കാൻ കഴിയും. അപ്പം മനസ്സിരിപ്പ് ദൈവത്തിൻ്റെ. ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. വീഴ്ചകൊണ്ട് മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ശരി, ഇതാണ് പ്രശ്നം. അഭിമാനങ്ങളിലായിരിക്കും ടോർപ്പട് വീഴാൻ പോണത്. നമുക്ക് ഇന്ന സംഭവം ഉണ്ടെന്നും പറഞ്ഞ് അഭിമാനിക്കരുത്. FD ഉണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, ആങ്ങള അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം. ഉണ്ട് എന്ന് പറയരുത്. ആധ്യാത്മികമായി വരുമ്പോൾ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നേരെ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വരണത്. ഞങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി.
മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ അനിയത്തി ലണ്ടനിലുണ്ട്, മറ്റേ ആൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹാം ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞോളൂ. ഈ കല്ലുകളിൽ ദൈവമേ, എന്തൊരു പറച്ചിലാണ് കേട്ടെ. ഈ കല്ലുകളിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലുകളിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കൈയെഴുത്തി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന്. അപ്പൊ എന്നെ കൈവിടാത്തവൻ യേശു കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമുക്ക് ബോധമില്ലെങ്കിലും കൂടെ ഉണ്ടാവും. പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ബോധമുള്ളപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. വന്ന് നോക്കും, കണ്ണ് ബോധം ഉണ്ടായില്ലെന്ന് നോക്കും. ബോധം ഇല്ലെങ്കിൽ അവർ സ്കൂട്ടാവും. നമ്മളറിയത്തില്ലല്ലോ, നമ്മൾ വന്നതും അറിയത്തില്ല. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ ബോധമില്ലെങ്കിലേ നമുക്കൊരു ചെറിയ ഇച്ഛാഭംഗമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും പിടിച്ച് വന്നിട്ട് ഈ സാധനത്തിന് ബോധമില്ലല്ലോ, ഞാൻ വന്നത് പോലും അറിയത്തില്ലല്ലോ. ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് ഇല്ലേ? അടുത്ത് നിൽക്കണ ബൈസ്റ്റാൻഡറോട് പറയവേ, ഇച്ചായന് ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണേ. അപ്പം ഞാൻ വരണമെന്ന് വന്നു എന്നുള്ളതിന് ഇയാൾക്ക് എന്താ വേണ്ടത്? ബോധം വേണം. ബോധമില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്കൂട്ടാവും, നമ്മളുണ്ടാകത്തില്ല. മനുഷ്യന്മാരുടെ എല്ലാ ബന്ധുവും അങ്ങനെയാണ്. പക്ഷെ നിൻ്റെ ദൈവം നിനക്ക് ബോധമില്ലെങ്കിലും നിന്റെ കൂടെ ഉണ്ടാവും. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനൊരു സാക്ഷ്യമുണ്ടായി. അത് മെജോ എന്ന് പറയും, നല്ല സാക്ഷ്യമാണ്. മെജോ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ബോംബെ പോയി. അപ്പോൾ 2ാം നിലയിൽ നിന്ന് മെജോ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തലചുറ്റി 2ാം നിലയിൽ നിന്ന് ആൾ താഴെ പോയി. താഴെ വീണിട്ട് കണ്ണ് തെറിച്ചു പോയി, കൈ ഊരിപ്പോയി, വലതുവശം മൊത്തം തളർന്നു പോയി, മുട്ട 8ആയി പൊട്ടി, കാലും കൈയുമൊക്കെ ഒടിഞ്ഞ്, തല കുടുങ്ങി, ഒരു ചോരക്കട്ടയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ശവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരകൃതം പിടിച്ച് കട്ടിലിട്ട് മാറ്റി. കാര്യം ഡെഡ് ബോഡിയാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൾസ് വന്ന്, അപ്പോൾ ഉടനെ ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വെന്റിലേറ്ററിലേക്ക് മാറ്റി പരിശോധിച്ച് അകത്തിന് എന്തുമാത്രം കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലല്ലോ, പുറത്തിത്തരം കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആൾ മരിച്ചതിന് തുല്യമാണ്. പക്ഷേ ഇതെല്ലാം കണക്ക് കൂട്ടി തല പൊട്ടിയതും കൈ ഒടിഞ്ഞതും മുട്ട് ചെട്ട തെറിച്ചതും അതുപോലെ തന്നെ കണ്ണ് തെറിച്ചു പോയതും മുകളിൽ നിന്ന് വീഴുകയല്ലേ പടഞ്ഞ്, ഇതെല്ലാം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് 24 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. ഇയാളെ തൊടണമെങ്കിൽ 24 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞങ്ങൾക്ക് ബോധമില്ല, ഡെഡ് ബോഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ 24 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇയാളെ കൊണ്ടുപോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു നേഴ്സ് അവിടെ വന്നിച്ചും ഈ വ്യക്തിയുടെ കൊണ്ടുവന്നവരോട് പറഞ്ഞ് 24 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് കണക്ക്. പക്ഷെ മേടിക്കണ്ട, എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടാൽ മതി, എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ആശുപത്രി. അപ്പോൾ 10 ലക്ഷം ഇളവ് കിട്ടും. ഇയാൾക്ക് ബോധമില്ലേ? ബോധമില്ലാത്ത ഡെഡ് ബോഡിക്ക് 10 ലക്ഷം ഇളവ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പം ജയേഷ് ഇപ്പം ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കരുതുന്നതെന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ചിന്തിച്ചില്ലേ? അവർക്കത് പാട്ടാണെന്ന്. പാട്ടല്ല, അതൊരു ജീവിതമാണ്. എനിക്കായി കരുതുന്നവൻ, നമുക്ക് ബോധമില്ലെങ്കിലും കരുതുന്നവനാണ്. ഒരു ബന്ധവും പരിചയവും വേണ്ട ദൈവത്തിൽ നിന്നെ കരുതാൻ. ഈ നേഴ്സ് പറഞ്ഞു എൻ്റെ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ പെങ്ങള്, ഈ പെങ്ങന്മാരെന്നൊക്കെ പറയണതേ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതായത് പെങ്ങൾക്ക് ഉടനെ അവൾ ഓടി അവൻ്റെ റിപ്പോർട്ടും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് മാതാവിൻ്റെ റിപ്പോർട്ട് കാണിച്ച് എന്നുവെച്ചു. അമ്മ പോകാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. എന്നെ കണ്ടില്ലെന്നൊന്നും അറിയത്തില്ല, അങ്ങനെയൊന്നും സാക്ഷ്യത്തിൽ പറയണില്ല. റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അവൾ കാണിച്ചതാണോ? സാധാരണ ഞാനാണ് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിക്കണം മാതാവിൻ്റെ അടുത്ത്. അപ്പം എന്നെ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അക്യൂട്ട് കേസൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ആൾക്കാരെ കയറാൻ പണ്ട് ആൾക്കാർ കയറുമായിരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അകത്ത് പണ്ട് കയറുന്നവർ ഭവ്യതയും ഭക്തിയും ഇല്ലാതെയാണ് വയ്യെ പോകുന്നവരെല്ലാം അകത്ത് കയറുമായിരുന്നു, ആൾക്കാരെ കയറുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയായിരുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ ഡിസൈൻ ചെയ്തപ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആൾക്കാരെ കയറത്തുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജനങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനുള്ള കാര്യങ്ങളെല്ലാം മൊത്തം രേഖ കൊണ്ടുവന്ന് അമ്മയെടുത്ത് കൊടുക്കും. അതെനിക്ക് അന്ന് അമ്മ തന്നൊരു നോട്ടാണ്, കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പം അങ്ങനെ എന്തോ അവർ കാണിച്ചതോ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോ എന്തോ റിപ്പോർട്ട് അമ്മയെ കാണിച്ച് രാത്രി ആശുപത്രിയിലൊരു സംഭവം നടന്നു. ഈ ബോധമില്ലാത്ത രക്തത്തട്ട് കിടക്കുന്ന ആളിൻ്റെ. അപ്പം ചികിത്സ തുടങ്ങിയിട്ടില്ല, ഡയഗ്നോസിസ് ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്കൊരു ഐഡിയ വരുന്നേ ഉള്ളൂ. അന്ന് ഒരച്ഛൻ, ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരച്ഛൻ ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി കിടക്കുന്ന വ്യക്തി എടുത്ത് രാത്രി വരും. സ്വപ്നമാണ്, അയാളുടെ സ്വപ്നമാണ്, ഈ മരവിച്ച് കിടക്കുന്ന ആളിൻ്റെ സ്വപ്നമാണ്. ഒരച്ഛൻ വന്നിട്ടും പറയും നിൻ്റെ രോഗം തീർന്നിരിക്കുകയാണ്, നിനക്കിപ്പോൾ ബോധം വരുമെന്ന് പറയും. ഉടനെ ആ മനുഷ്യന് രാവിലെ ബോധം വരും. അപ്പം എന്താ പ്രശ്നം? ഈ ബെജോയുടെ സാക്ഷ്യം, ഈ ബോധം വന്ന് കഴിയുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകണത്. ഇങ്ങനെ അകപ്പെട്ടൊന്നും ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടെന്നും തൻ്റെ പാർട്സുകൾ പലതും ഇല്ലെന്നും ഒക്കെ മനസ്സിലായതും പലരും ചിതറിപ്പോയെന്നും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ മനസ്സിലായി ബോധം വരുമ്പോൾ ആ കിട്ടിയ ബോധത്തിന് അയാളുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അയാൾ കുറിച്ച് ഡോക്ടറിന് കൊടുക്കും. പിന്നെ വന്ന ഡോക്ടറിന് അയാളുടെ ഇൻഷുറൻസ്, കാരണം ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണ്, സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ്. അതിൽ നിന്നൊരു 8 ലക്ഷം രൂപ. അപ്പോൾ ഡോക്ടർ വിളിച്ചു പോകും. എന്നുവെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു ഓർമ്മയിൽ പറയണതല്ലേ, ഈ ഓർമ്മയിൽ പറയണ കാര്യങ്ങളുടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ അന്വേഷിക്കണ്ടേ. അപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ കറക്റ്റാണ്, ഈ 8 ലക്ഷം രൂപയുടെ ഉണ്ട്. അപ്പോൾ 10 വട്ടം 18 ലക്ഷം രൂപ കിട്ടി. നോക്കിയേ, അതായത് നിന്നെ കരുതുന്ന കർത്താവ് നിന്നെ എങ്ങനെ കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ കർത്താവ് കരുതിയിട്ട് പിന്നെ എന്തായാലും പെടസ്ഥലത്ത് താഴെ വീഴണമെന്ന്. താഴെ ഞാനും വീഴും, നിങ്ങളും വീഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീടെടുക്കാൻ പോയാലും കാറെടുക്കാൻ പോയാലും അത് നമുക്ക് ആൾ കളിക്കാനാണോ മറ്റുള്ള മുമ്പിൽ നമ്മൾ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരുടെ അടിച്ചേൽപ്പിക്കാനാണോ ലോകാരൂപിയാണോ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ? വിൽ ഓഫ് ഗോഡ് നോക്കണതിന്. അതാണ് വിൽ ഓഫ് ഗോഡ് നോക്കണത്. വിൽ ഓഫ് ഗോഡ് നോക്കത്തില്ല. നോക്കണത് എന്താ? നോക്കിയാൽ അവൻ്റെ ആ വിഷ്വലായിട്ടുള്ള അവൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും വരാൻ പോണത്. വരാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ചില കല്യാണമൊക്കെ മകന് ചില കല്യാണമൊക്കെ ഒപ്പിച്ച് വെച്ചും യൂറോപ്പിലുള്ള നേഴ്സിനെ കല്യാണം ഒപ്പിച്ച് വെച്ചും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെയും പറയും ഇവരുടെയും പറയും ഒക്കെ പറഞ്ഞിട്ടും, പക്ഷെ അവർ ഉദ്ദേശിക്കണത് ഞാൻ മെസ്സേജ് എടുക്കണമെന്ന് അവർക്ക് പറയത്തില്ല. അവർ വേറെ പല കാര്യങ്ങളൊക്കെ ആട് പ്രസവിക്കണതിനും പശു പ്രസവിക്കണതിനും പണ്ട് മെസ്സേജ് എടുത്ത പാർട്ടിയാണ്.
ഇപ്പം മകളുടെ കല്യാണത്തിന് മെസ്സേജ് എടുക്കണ്ട, മകൻ്റെ കല്യാണത്തിന് മെസ്സേജ് എടുക്കണ്ട. എന്താണ്? അവൾ നേഴ്സാണ്. അവിടെ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പം 3 ലക്ഷം രൂപ ശമ്പളം ഉള്ളത് കൊണ്ട് അതിന് മെസ്സേജ് വേണ്ട. ദൈവം എങ്ങാനും കയറി വട്ടം ചവിട്ടിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം വരുന്നത്. ഇത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല സംഭവം. നമ്മൾ മെസ്സേജ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമാണോ, അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവഹിതമാണോ. ചിലരൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോകും. എന്താ കാര്യം? ഇത് ദൈവഹിതമാണെന്ന് നോക്കാൻ വെച്ചാൽ ഇത് സംഭവം ഓക്കെയാണ്, പക്ഷെ ദൈവഹിതമാണെന്ന് നോക്കാൻ പറയും. ആ ദൈവഹിതമാണെന്ന് നോക്കും. അവർക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്ക് സത്യസന്ധമായ വിശ്വാസ ജീവിതമാണെങ്കിൽ അവർക്ക് അടയാളം കിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഇവിടം വരെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ എത്തിയതിൻ്റെ പിന്നിൽ എത്രയോ ധീരമായ ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് കൃപാസനം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അഖണ്ഡ ജപമാനം 1000 മണി ജപമാനം ചെല്ലണമെന്നും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ ആ വിഷയത്തിൽ ദൈവഹിതമാണെന്ന് ആന്തരികമായ ബോധ്യം കിട്ടിയ കൊണ്ട് ഞാനങ്ങ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്ത് പോകുമ്പോഴെല്ലാം ഒരിക്കലും പരാജയമില്ലാതെ ദൈവം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് 10,000 സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവം സ്ഥിരീകരിക്കും അടയാളം കൊണ്ട്. അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നതാകാൻ വേണ്ടി ആണ് നമ്മൾ ദൈവഹിതം പരിശോധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയമാണത് അവിടെ വരണത്. പൂർണ്ണ ഹൃദയം എന്ന് വെച്ചാൽ കഴിയുമ്പോൾ ദൈവഹിതത്തിന് അടയാളമൊക്കെ വരും. അങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നത്. അതായത് യെശയ്യാ രാജാവ് ഭിത്തിക്ക് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി ധരിച്ചിട്ട് അയാൾ പറയും, അതായത് അഹാബിൻ്റെ സൂര്യഘടികാരം 10 ചുവട് പുറകോട്ട് എൻ്റെ നിഴൽ വീശണത് നീ കാണും, അതാണ് അടയാളം. അപ്പോൾ 15 കൊല്ലം ഞാൻ ഇവനെ ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കുമെന്ന്. അപ്പം ആയുസ് ദീർഘത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അടയാളം എന്താണ്? നമുക്കറിയാം, സൂര്യകരിയാടം നിഴൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചി ഇടത്തോട്ട് വന്നിട്ട് ആ കാലം കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷെ അത് അത്ഭുതം അടയാളമാണ്. അപ്പം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്നും ഇന്നും എന്നും അടയാളമുണ്ട്. ഈ മനുഷ്യൻ്റെ ഓപ്പറേഷൻ, മെജോയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും, അതായത് മുഖമൊക്കെ ഒടിഞ്ഞിരിക്കണല്ല, മുഖമെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്, കൈ ഊരിയിരിക്കുകയാണ്, മുട്ട 8 പൊട്ടിയിട്ടുണ്ട്, കണ്ണ് തെറിച്ചു പോയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ രാത്രി അച്ഛൻ ഇയാളെ കണ്ട ദിവസം തന്നെ രാവിലെ ഇയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്താണ്? ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന ബ്ലഡ് മുഴുവനും ചങ്കിലെ ബ്ലഡെല്ലാം വയറ്റിൽ കിടക്കുകയാണ്. ആ വയറ്റിലെ ബ്ലഡെല്ലാം ഛർദ്ദിച്ചു പോയി. ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല. ഈ ബ്ലഡ് അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ശരിക്കും ഇൻഫെക്ഷൻ വന്ന് കിടക്കുന്നത് വയറ്റിൽ. ടോട്ടൽ സിസ്റ്റം കൊളാപ്ഷൻ ആയിരിക്കുകയാണ് അവിടെ എല്ലാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരു മെഡിക്കേഷനും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ ബുദ്ധിക്കപ്പുറത്തേക്ക് വയറ്റിൽ കിടന്നിരുന്ന ബ്ലഡ് പുറത്ത് ചാടി. അത് ദൈവം ചാടിച്ചതാണ്. ഏറ്റവും വലിയ നേഴ്സ്, ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണ്. കാര്യം അത്രയും നേരം ചികിത്സിച്ചിട്ട് ഇയാളെ ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാഞ്ഞ രക്തം എവിടെയാണ് രക്തം പോയി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പോയി കിടക്കുന്ന സംഭവം. ആ സാധനത്തിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചടിക്കും. അപ്പം തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന രീതിയായി. നമുക്കറിയാമല്ലോ, വയറുപേരത്ത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് നേരെ വരികയില്ല. ആൾ ഓക്കെ ആയി വരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇയാളെ പറഞ്ഞൊരു വാക്കുണ്ട്.
എൻ്റെ മുഖമൊക്കെ പൊട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഡോക്ടർ ഇത് ഇവരാണെങ്കിൽ, ഈ പെങ്ങളാണെങ്കിൽ ആങ്ങളൊക്കെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലമൊക്കെ കൊടുത്തു വിടുകയാണ് ബോംബെക്ക് ആശുപത്രിയിലോട്ട്. അതെല്ലാം പെരട്ടിയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥിച്ച് ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഭയങ്കര പേടിയാണ്. അതായത് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറിപ്പോകും. പക്ഷേ അയാളെന്താ പറഞ്ഞത്, ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടൻ്റെ ചിരട്ടയെല്ലാം കറക്റ്റ് ചെയ്ത് കൈയെല്ലാം ഓക്കെയാക്കി ഈ മനുഷ്യൻ ഒരു വീൽ ചെയറിൽ പോയി ക്രിസ്മസ് കുർബാന കണ്ട്, പിന്നെ വടിയും പിടിച്ച് പോയി ഈ പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ പറയണേ, എൻ്റെ പഴയ മുഖത്തേക്ക് ഞാൻ സുന്ദരനായിരിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഇയാളെ മുഴുവനും ഇവിടെ നാട്ടിൽ കണ്ണൂർ വന്നതിന് ശേഷം പിന്നെ കൃപാസനത്തിൽ വന്നും പോയി നിൽക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എപ്പോഴും ആലപ്പുഴ ഓർഡർ ഉണ്ടല്ലോ, നിനക്ക് എന്നാ കിട്ടണതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എന്നെ തന്നെ കിട്ടിയതാണെന്ന് പറയും. ആ മനുഷ്യ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇപ്പം അയാളും വൈഫും കൂടി അയർലൻഡിലോട്ട് പോവുകയാണ്. അതാണ് സംഭവം. നമ്മൾ ഈ കഥ കേട്ടോണ്ടുന്ന സമയത്ത് നിങ്ങളെന്ത് വിചാരിച്ചു? അവരുടെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു. ശവമായെന്ന് പറഞ്ഞ മനുഷ്യനെ ഇപ്പം ഭാര്യയും ഭർത്താവും കൂടി വിസ റെഡിയായി രണ്ടുപേരും കൂടി ഈ ആഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ദൈവത്തിന് നിന്റെ ജീവിതം പുനരുദ്ധരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മതി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ നിന്റെ ആയുസിന്റെ നിഴല് കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയുമോ? അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഉടമ്പടി അതിൻ്റെ സാധ്യത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഉടമ്പടിയുടെ സാധ്യത എന്താണെന്ന് ഇപ്പം കണ്ണൊക്കെ പറയാൻ എന്താണ്, അത് നിത്യതയുടെ താക്കോലാണെന്നൊക്കെ അവർ പറയണം. ജ്ഞാനസ്ഥാനപ്പെടാത്ത ആൾക്കാരാണ് അനുഭവത്തിൽ നിന്ന് നിത്യതയെക്കുറിച്ചൊക്കെ പറയണത്. എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ അതായത് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് കേൾക്കണം. ഒരു കാലത്ത് കേൾക്കാത്ത ഉടമ്പടി അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മോളുടെ പേരെന്നായിരുന്നു, സിമി, തൃപ്പൂണിത്തറ. എൻ്റെ പരിപാടി 3 പ്രാവശ്യം അവർക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അവർക്ക് അതാ പറഞ്ഞപ്പോൾ വിട്ടുപോയല്ലേ. ആ സിമിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചത്, 3ാമത്തെ ഈ പെൽവിക്കിലും അതുപോലെ തന്നെ തോളിലുമൊക്കെ മുഴയായി ക്യാൻസർ 3ാം പ്രാവശ്യം പടർന്നപ്പോൾ ഡോക്ടർ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് ചങ്കിടിപ്പായി, ഇനി ആരും ഇല്ലല്ലോ പറയാനെന്ന്. അപ്പോൾ അവൾ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടും പറയും, എനിക്ക് ജീവിക്കണം, എൻ്റെ ആയുസ് നീട്ടിത്തരണം. ഡോക്ടർ വരെ പറഞ്ഞ എന്താണ്, നമുക്ക് നോക്കി, ഇന്ന് വരെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ ശരിയാവും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പം പറയണത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പറച്ചിലിൽ ഒരു ആത്മവിശ്വാസക്കുറവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പം മരുന്നുമില്ല, ഡോക്ടറുമില്ല, സയൻസുമില്ല, എൻ്റെ ജീവനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൈവിട്ട് വൈകിട്ട് പോണകയാണ്. പറഞ്ഞ് എനിക്ക് കണ്ണീരോടെ വന്നിട്ട് മാതാവിനോട് പറയാം, എനിക്ക് ജീവിക്കണം അമ്മയെന്ന്, എനിക്ക് ജീവിക്കണമെന്ന് പറയാം. അപ്പം ജീവിക്കണമെന്ന് പറഞ്ഞതിട്ട് കരഞ്ഞിട്ടാണ് പറയണത്. അപ്പോൾ എൻ്റെ അടുത്തും കൊണ്ടുവന്ന് അപേക്ഷ കടലാത്ത് തരും, ഇതാണ് എൻ്റെ അവസ്ഥ, ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറയണത്, എനിക്ക് ജീവിക്കണം അച്ഛൻ എന്ന് പറയും. ചെറുപ്പമല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം അത് പിന്നെ രോഗമായിപ്പോയി. പിന്നെ ഇപ്പം എന്നാലും ആ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചേക്കാം. അവർ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവരെൻ്റെ കൂടെ നിൽക്കുകയല്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതാണ്, ഇനി പ്രസവിക്കത്തില്ല. പക്ഷേ എന്നിട്ടും അമ്മായിയമ്മയും ആ വീട്ടുകാരും അവരുടെ കൂടെ നിൽക്കുകയാണ്.
അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മുടെയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന്